ഹലോ ഓൾസോ നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് നീറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. ആൻഡ് നമ്മൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ലെങ്തി ആയിട്ടുള്ള 1 hour ഒക്കെ നീളമുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ. നമുക്ക് അത്രയും കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് 5 മിനിറ്റിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആവാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു പ്രോസസ്സ് മാത്രമാണ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, നിങ്ങളുടെ SLC ബുക്ക്, +2, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ്, അതുപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആൻഡ് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ, ഈ സാധനങ്ങളെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ NTA NEET എന്ന് അടിക്കുക. NTA NEET എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, NTA.nic എന്ന് പറഞ്ഞിട്ട് NEET.NTA.nic.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് വരും. ഫസ്റ്റത്തെ ലിങ്ക് ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ഒരു സൈറ്റിലേക്കായിരിക്കും നമ്മൾ ചെല്ലുക. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ NTA ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫോർ നീറ്റ് UG 2022 എന്നൊരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വെബ്സൈറ്റ് നമ്മളോട് ചോദിക്കും ഇത് പുറത്തേക്ക് പോകാണ്, ഒരു എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിവിടെ ഓക്കെ അടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുതിയൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റഡ് ആയിട്ട് അവിടെ അങ്ങ് ചെന്നെത്തും. ആ പുതിയ വെബ്സൈറ്റിൽ എത്തുന്നത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവിടെ അതിനകത്ത് നമ്മുടെ ഈ ഒരു റീജിയൻ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്. സോ ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ന്യൂ രജിസ്ട്രേഷൻ. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനുള്ള പേജിലേക്ക് പോവുക. ഇതെന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ആൻഡ് ആക്ച്വലി അത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു പേജിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും എത്രയാണ് ഫീസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനറലുകാർക്ക് 1600 രൂപയാണ്, അതുപോലെ EWSകാർക്ക് 1500 ആണ്, SC STക്ക് 900 രൂപയാണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് അവർ 3 സ്റ്റെപ്പുകൾ, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള 3 സിമ്പിൾ സ്റ്റെപ്പുകൾ. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡാറ്റ, നമ്മുടെ പേഴ്സണൽ രജിസ്ട്രേഷൻ, ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാനുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡേറ്റയും ഫില്ല് ചെയ്യുന്ന ഏരിയയാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഫീസാണ്. ഇത് ഈ 3 ഫേസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ഫേസിലേക്ക് എത്തുമ്പോൾ അതത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് വായിച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ടിക്ക് ഇടാനുണ്ട്. ആ ടിക്ക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്, അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സൈറ്റിലേക്ക് ചെന്ന് കയറും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിലും അവിടെ ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽ, ഏറ്റവും ബേസിക് ഡീറ്റെയിൽസാണ് ചോദിക്കുക. കാൻഡിഡേറ്റിൻ്റെ പേര്, ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, അതുപോലെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് അവിടെ ചൂസ് ചെയ്യണം. ഏതെങ്കിലും ഒരു വോട്ടേഴ്സ് IDയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാർ കാർഡോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ 12th അഡ്മിറ്റ് കാർഡോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമ്പറും കൂടി നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ അവർ കറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഇത് SLC ബുക്കിൽ, നമ്മുടെ SSLC ബുക്കിലുള്ള പോലെ തന്നെ ആയിരിക്കണം എന്നുണ്ട്. അതിപ്പോൾ SLC ബുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് സ്പെല്ലിങ് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത്. അത് തൊട്ട് താഴെയായിട്ട് അവർ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടുപേര്, സ്ഥലം, ലൊക്കേഷൻ, അതുപോലെ പിൻ കോഡ് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, OTP ഒക്കെ വരാനുള്ള മൊബൈൽ നമ്പർ 2 പ്രാവശ്യം എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഇമെയിൽ ID കൂടി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. ആൻഡ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ താഴെ വരുന്നുണ്ട്. അതിന് താഴെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് നമുക്ക് ഒരു സ്ട്രോങ് പാസ്വേഡ് ആക്കുക. ഒരു ക്യാപിറ്റൽ ലെറ്ററും കുറച്ച് സ്മോൾ ലെറ്ററും എന്തെങ്കിലും ഒരു ചിഹ്നവും 1-2 നമ്പറുകളൊക്കെ ഉള്ള ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആൻസറും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഫൈനലി ഉള്ള ഒരു പിൻ അടിച്ചിട്ട് സബ്മിറ്റ് അടിക്കുക എന്നുള്ളതാണ് ഡേറ്റ. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മുടെ SLC ബുക്കിലുള്ള ഡേറ്റ നമ്മൾ വെറുതെ കൊടുത്തു വെച്ചു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ തന്നെ ആപ്പ് നമ്മുടെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും ഇതൊന്ന് വെരിഫൈ ചെയ്യാമോ. അതായത് നമ്മൾ സബ്മിറ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് അതേ ഡേറ്റകൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് നെയിം, മദർ നെയിം, ഫാദേഴ്സിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ ഡേറ്റ ഒക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ പേര് വെരിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഫാദറിൻ്റെ നെയിം വെരിഫൈ ചെയ്തു. ഓരോ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ബോക്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മാതാക്ക നാം, ഇവിടെ മദേഴ്സ് നെയിം വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇടുക. ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യുക, ജെൻഡർ വെരിഫൈ ചെയ്യുക. ഇതെല്ലാം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ഡിക്ലറേഷനും കൂടെ കഴിച്ചിട്ട് സെൻഡ് OTP എന്ന് അടിച്ചാൽ നമ്മുടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ
നമ്പർ ജനറേറ്റ് ആയിട്ട് അതിൽ SMS ആയിട്ട് നമ്മൾ പറഞ്ഞ ഇതിലേക്ക് കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പറും അവിടെ വിസിബിൾ ആയിട്ട് വരും. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റാറ്റസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു സാധനം വരും. ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിനുള്ള നീറ്റ് ആപ്ലിക്കേഷൻ നമ്പർ. ഇത് SMS ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതിനുശേഷം കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ ഫോമിന് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളുണ്ട്. നമുക്കിവിടെ കാണാം കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽ, ആധാർ കാർഡ്, അതുപോലെ എക്സാമിൻ്റെ സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, വേറെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡേഷൻ ആൻഡ് ഫൈനൽ സബ്മിറ്റ്. ഇത്ര സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഒട്ടും പാനിക്കാവേണ്ട, ഒട്ടും ആലോചിക്കേണ്ടാത്ത കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റത്തേതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്. രണ്ടാമത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബാക്കി അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, അവരുടെ ജോലി, നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് അവിടെ കൃത്യമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏതാണോ നമ്മുടെ SLC ബുക്കിലുള്ള കാറ്റഗറി അത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം നമ്മൾ ഡയബറ്റിക് ആണോ, നമ്മുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് എങ്ങനത്താണ്, ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ്, അതൊക്കെ നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോവുക. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത് കൃത്യമായിട്ട് യെസ് എന്നുള്ളത് തന്നെ കൊടുക്കുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഡ്രസ് കോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നീറ്റ് എക്സാം നടക്കുമ്പം എന്തെങ്കിലും ഒരു കസ്റ്റമറി ആയിട്ടുള്ള ഡ്രസ്സ്, അതായത് ഇപ്പോൾ പർദ്ദ പോലത്തെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള, അതായത് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റമറി ഡ്രസ്സ് ഇടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ യെസ് കൊടുക്കണം. ഈ യെസ് കൊടുക്കാത്ത ആർക്കും കസ്റ്റമറി ഡ്രസ്സ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ യെസ് കൊടുക്കേണ്ടവർ കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ടാത്തവർ നോ എന്ന് തന്നെ കൊടുക്കുക. കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം. പിന്നെ ഫ്യൂച്ചറിൽ ഇത് യെസ് കൊടുത്തു, ഇനി കസ്റ്റമറി ഡ്രസ്സ് നിർബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അതൊരിക്കലും നിർബന്ധമാവില്ല. ഇത് യെസ് കൊടുത്താൽ മാത്രമേ അതിന് പെർമിഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ, നമ്മളിപ്പോൾ എങ്ങനെയാണ് എൻട്രൻസിന് അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിക്കുന്നത്, ഓൺലൈൻ കോച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ ഓൺലൈൻ കോച്ചിങ് കൊടുക്കാനുള്ള ഓപ്ഷൻ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു നിലയിൽ പോവുക. അത് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതുണ്ടോ നമുക്കവിടെ കാണാൻ പറ്റും കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്തു. അടുത്തത് ചോദിക്കാൻ പോകുന്നത് ആധാർ ഡീറ്റെയിൽ ആണ്. നമുക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കാം. അത് അടിച്ചതിന് ശേഷം അവർ 3 ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മുടെ ആധാർ കാർഡിലുള്ള ഡേറ്റ വളരെ സെയിം ആണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. ആധാർ കാർഡ് ഉണ്ട് പക്ഷേ ആധാർ കാർഡിലുള്ള ഡേറ്റ ഇൻകറക്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യാം. ഇനി ആധാർ കാർഡ് നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അതും കൊടുക്കാം. ഇത് 3 ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആധാർ കാർഡ് കൊടുത്താൽ മതി. ഉള്ളവർ കൊടുത്തേക്കുക. നമുക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ആധാർ കാർഡ് ഉണ്ട്, അത് ഡേറ്റ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ ആധാർ നമ്പർ ചോദിക്കും. ആ ആധാർ നമ്പർ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആധാർ ഡീറ്റെയിൽസ് സേവ് ആയി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിയും. അതിനുശേഷമാണ് നമ്മൾ എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പേജിൽ എത്തി കഴിയുമ്പോൾ എക്സാം സെൻറ്റർ അവർ ചോദിക്കും. അവർ ചോദിക്കുമ്പം പേപ്പർ മീഡിയം ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മലയാളം ചൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. മലയാളം ചൂസ് ചെയ്താലും നമുക്ക് അതിലുള്ള വാക്കുകളൊന്നും കൃത്യമായിട്ട് തിരിഞ്ഞോളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മാത്രം ചൂസ് ചെയ്താലും മതി. ഇനി നിങ്ങൾ മലയാളം ചൂസ് ചെയ്താലും മലയാളവും ഇംഗ്ലീഷും ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ മലയാളം പേപ്പർ യൂഷ്വലി വലിയ ഉപകാരപ്പെടാറില്ല. ആൻഡ് അടുത്തത് സിറ്റി ചോദിക്കും. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷണൽ സിറ്റി ഏത് സ്റ്റേറ്റിലാണ്, ഏത് സിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സിറ്റീസ് പ്രിഫറൻസ് ഓർഡറിൽ 3 സിറ്റി, 2, 3, 4ാമത്തെ സിറ്റി വരെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതെല്ലാം സിറ്റികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും കോഴിക്കോട്, മലപ്പുറം, എറണാകുളം അങ്ങനെ എല്ലാ സ്ഥലത്തും ഇതിനുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്റേഴ്സ് നമുക്ക് എവിടെയാണോ വേണ്ടത് അതത് സ്ഥലത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫാദറിൻ്റെ ഒക്യുപ്പേഷനും മദറിൻ്റെ ഒക്യുപ്പേഷനും അവരുടെ എഡ്യൂക്കേഷനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സാം സെൻറ്റർ ഡീറ്റെയിൽ എന്നുള്ള ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആരുടെയും സഹായം വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം. അടുത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഇതുവരെ പാസ്സായിട്ടുള്ള എക്സാമിൻ്റെ കാര്യങ്ങൾ. അത് 3 പാസ്സായി കഴിയുമ്പോൾ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽ, പേഴ്സണൽ ഡീറ്റെയിൽ, ആധാർ ഡീറ്റെയിൽ, അപ്ലൈ എക്സാം സെൻറ്റർ ഡീറ്റെയിൽ കംപ്ലീറ്റഡ് വരും. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് സെപ്പറേറ്റ്ലി കാണിക്കും. അടുത്തത് നമുക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിലേക്കാണ് പോകേണ്ടത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് വയ്ക്കും. ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 10ൽ ഏത് മീഡിയത്തിലാണ് പഠിച്ചത്, ഏത് ഇയറാണ് 10th കഴിഞ്ഞത്, സ്കൂളിങ്ങിൻ്റെ സ്ഥലം ഏതാണ്, സ്കൂളിൻ്റെ പേര് ഏതാണ്, പരീക്ഷയുടെ ബോർഡ് കേരള ബോർഡായിരിക്കും. ആൻഡ് അവരവിടെ ചോദിക്കുന്നത് ഇത് റിസൾട്ട് എങ്ങനെയാണ് കാണിക്കാമെന്ന് വയ്ക്കും. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇവിടെ പെർസെൻറ്റേജിനെ കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മുടെ റിസൾട്ട് ഗ്രേഡിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഒരു A+ ഗ്രേഡിന് ഒരു 95 മാർക്കെന്നും A ഗ്രേഡിന് ഒരു 85 മാർക്കെന്നൊക്കെ ഇട്ടിട്ട് നമ്മളെ കണക്കൂട്ടിയിട്ട് ഇട്ടേച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇവർ ചെക്ക് ചെയ്യുക. അല്ലാതെ നമുക്ക്
എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് നീറ്റിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് നമ്മളൊരു ഏകദേശം ഒരു പെർസെൻറ്റേജ് എടുത്തിട്ട് ഇപ്പോൾ A+ന് 90 100 ഇടാം, കുഴപ്പമില്ല. അത് എടുത്തിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അല്ല. അപ്പോൾ ഗ്രേഡിനെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക, അതാണ് നമുക്കവിടെ ചെയ്യാനുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ 10th ഇക്വലൻ്റ്, ഇപ്പോൾ ഞാൻ കണക്കൂട്ടിയത് A+ന് 95 മാർക്ക് എന്നുള്ള നിലയിലും അങ്ങനെ ഓരോ ഗ്രേഡ് കുറയുന്നതനുസരിച്ച് 10 മാർക്ക് കുറച്ചിട്ടാണ് ഇട്ടത്. സോ ആ ഒരു നിലയിലാണ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ പിൻ കോഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ 11th വരും. 11th ഇതുപോലെ തന്നെ, പക്ഷേ 11th നമ്മൾ യൂഷ്വലി നമുക്ക് മാർക്കിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് എളുപ്പമാണ്. ടോട്ടൽ മാർക്ക് 540 ആണ് 11th. അതിനകത്ത് എത്ര നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എൻ്റർ ചെയ്ത് നോക്കുക, സ്കൂളിൻ്റെ പേരും പിൻ കോഡും അടിച്ചു കൊടുക്കുക. അതുപോലെ 12th എത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ 12th അപ്പിയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗം വരില്ല, 12th കംപ്ലീറ്റഡ് ആയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വാളിഫയിങ് എക്സാം എന്നുള്ളിടത്ത് നമുക്കവിടെ ഉണ്ട് ഒരു കോഡാണ് വരിക. ആ ഡിഫറെൻറ്റ് കോഡുകൾ വരാറുണ്ട്. നമുക്കവിടെ 01 മുതൽ 07 വരെയുള്ള കോഡുകളാണ് വരാറ്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് വഴി ഇതാണ്. ഇപ്പോൾ അപ്പിയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കോഡ് എപ്പോഴും 01 ആയിരിക്കും. അതിന് 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കോഡ് 02 ആയിരിക്കും. അത് സെലക്ട് ചെയ്യുക. അതിൽ ഒരുപാട് വേരിയേഷൻസ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സ്പെഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിന് വായിച്ചാൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇതിന് സെപ്പറേറ്റ്ലി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 01 ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കോഡ്, പഠിച്ച് കഴിഞ്ഞവരുടെ കോഡ് 02 ആണ്. അത് നമ്മൾ കറക്റ്റ്ലി അവിടെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് സേവ് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ്റെ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് അവർ ചോദിക്കുക ഒരു അഡീഷണൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഏരിയ ചോദിക്കും. നമ്മൾ ജനിച്ച സ്ഥലമാണ്, നാഷണാലിറ്റി. അപ്പോൾ ഇന്ത്യയാണ്, കേരളമാണ്, നമ്മൾ ജനിച്ച സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാവുന്ന ഒരു അഡീഷണൽ ഡീറ്റെയിലുള്ള സ്ഥലമുണ്ട്. അതിനുശേഷം ഡോക്യുമെൻ്റ് അപ്ലോഡിൻ്റെ പേജിലെത്തും. കറക്റ്റായിട്ട് നമുക്ക് ഓരോന്നും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് അത് JPG ഫോർമാറ്റിലാണ് എല്ലാ ഇമേജസും വേണ്ടത്. അതിൻ്റെ സൈസ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കയറി പോയിക്കോളും. ആൻഡ് ഒരേ ഒരു ഫോർമാറ്റ് മാത്രം, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മാത്രം PDF സൈസിലാണ് വേണ്ടത്, PDF ഫോർമാറ്റിലാണ് വേണ്ടത്. ബാക്കി എല്ലാം JPG ആണ്. സൈസ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലും അത് ചെയ്യുക. നമ്മുടെ പോസ്റ്റ് കാർഡ് ഫോട്ടോ, നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ, എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൃത്യമായി അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പേജ് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്ലോഡഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡഡ് എന്നുള്ളത് വെരിഫൈഡ് ആയിട്ട് അവിടെ വരും. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് സേവ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. ഫൈനൽ സബ്മിറ്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അവർ കൃത്യമായിട്ട് പറയും ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ മൊത്തം വെരിഫൈ ചെയ്യാൻ. നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ഇൻകം അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും അവരവിടെ കാണിക്കും. നമ്മളിത് മൊത്തം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, കറക്റ്റ് അല്ലേ, നമ്മുടെ എക്സാമിൻ്റെ മീഡിയം ഇംഗ്ലീഷ് അല്ലേ, ഏത് സ്ഥലമാണ്, സിറ്റീൻ്റെ ഓർഡർ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി നോക്കുക. എഡിറ്റ് വേണ്ടാന്നുള്ളവർക്ക് നമ്മുടെ +2 മാർക്കും കാര്യങ്ങളെല്ലാം അവരവിടെ കാണിച്ചു തരുന്നുണ്ടാവും. ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം ഫൈനലി ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അടക്കം അവർ കാണിച്ചു തരും. നമ്മുടെ SLC ബുക്ക് കാര്യങ്ങളൊക്കെ കാണിക്കും. ആൻഡ് ഇതൊക്കെ വെരിഫൈഡ് ആണെന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ ടിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കാനുണ്ട്. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഓവറാണ്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 3ാമത്തെ സ്റ്റേജ് ഫീ പേയ്മെൻ്റ് ആണ്. അവിടെ ഇൻകംപ്ലീറ്റ് എന്നുള്ള ബാക്കി 2 സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ID അപ്പം തന്നെ വെരിഫൈ ചെയ്തെടുക്കാം. തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ഓപ്ഷനുള്ളൂ. ഓഫ്ലൈനായിട്ട് പേ ചെയ്യാൻ പറ്റില്ല. അത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ Paytm പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ UPI വഴിയിട്ട് പേ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ വഴിയിട്ടൊക്കെ പേ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതെടുത്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ UPIൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് പേയ്മെൻറ്റ് അടിക്കുക. ഫൈനൽ ഒരു പേജ് വരും. ആ പേജ് നമ്മുടെ വാട്സാപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ സേവ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ PDF ആയിട്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. അത് എങ്ങോട്ടും അയച്ചു കൊടുക്കുക, വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് വിജിലൻ്റായിട്ട് ചെയ്യുക, ഒന്ന് സമയമെടുത്ത് ചെയ്യുക. നമുക്ക് അവസാനം മെയ് 6-ാം തീയതി വരെ സമയമുണ്ട്. സോ അത്രയും സമയം എടുത്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് സാവധാനത്തിൽ ചെയ്താൽ മതി. തിരക്ക് പിടിക്കേണ്ട. പക്ഷേ ഒരുപാട് വൈകുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. ആൻഡ് അതുവരേക്കുള്ള എല്ലാ അപ്ഡേറ്റുകളും, എക്സാമിൻ്റെ അപ്ഡേറ്റുകൾ, ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റുകൾ, കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനൽ വഴി തരുന്നുണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിൽ മീറ്റ് യു അഗെയിൻ. താങ്ക് യു. ബൈ ബൈ.